ശബരിമല സ്വർണ്ണക്കൊള്ള CPM നേതാവും ഒരു കാലത്ത് പത്തനംതിട്ടയിൽ പിണറായിക്ക് വേണ്ടി പട നയിച്ച പത്മകുമാറിൽ എത്തി നിൽക്കുകയാണ് ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രം അത് A. പത്മകുമാറാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് മാത്രം സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി ചേർത്തു. ബോർഡ് നോട്ടിലെ പിത്തള എന്ന ഭാഗം വെട്ടിയതും ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനായ A. പത്മകുമാർ തന്നെ. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. പാർട്ടി ഇനി എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് ശബരിമലയുമായുള്ള ബന്ധം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ജന്മനായുള്ള ബന്ധമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സന്നിധാനത്തെ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളെ കുറിച്ച് മാത്രമല്ല, ശബരിമലയിലെ മുക്കും മൂലയും പത്മകുമാറിനറിയാം. ഇത് ഞാൻ പറയുന്നതല്ല, പണ്ട് അഭിമാനത്തോടെ A. പത്മകുമാർ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ തുനിഞ്ഞങ്ങ് ഇറങ്ങുകയാണ് ഈ വിശ്വാസത്തിനെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ശബരിമല മേശാന്തി ആയിരുന്ന ആളുടെ കൊച്ചുമോളുടെ മോനാണല്ലോ. 17 വർഷം അദ്ദേഹം മേശാന്തി ആയിരുന്നു. ഹരിവരാസനം എഴുതിയ അമ്മ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ. ഇതും കൊണ്ട് നടക്കണ്ടേ ഞാൻ ഒരു മാലയൊക്കെ ഇട്ടിട്ട്? ഇതൊക്കെ വളരെ മോശപ്പെട്ട പണസമ്പാദനത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട പ്രവണതയുടെ ഭാഗമാണ്. ഞാൻ അതിനെ അങ്ങനെ കാണുന്നത്. അതായത് ശബരിമല അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം എഴുതിയതെന്ന് കരുതുന്ന പുറക്കാട് കോന്നകത്ത് ജാനകി അമ്മയുടെ കുടുംബത്തിലെ കണ്ണിയാണ് A. പത്മകുമാർ. പത്മകുമാറിന്റെ അച്ഛനാണെങ്കിൽ ശബരിമലയിലെ തേങ്ങ വെടി കരാറുകാരനും. അതേ പത്മകുമാറാണിപ്പോൾ അയ്യപ്പന്റെ സ്വർണം ഉരുക്കി വിറ്റ കേസിൽ പെട്ടിരിക്കുന്നത്. വിജയ് മല്യ സ്വർണം പൂശിയ കാര്യമൊക്കെ കൃത്യമായി പത്മകുമാറിനറിയാം. എന്നിട്ടും ആദ്യം എന്താണ് പത്മകുമാർ നമ്മളോട് പറഞ്ഞത്? ചെമ്പ് പാളി എന്നാണ് ഞാൻ തോന്നിയതെന്ന്. പാളിയാവാം, പക്ഷെ അന്ന് ഞാൻ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പ് പാളിയാണ്. ചെമ്പ് പാളിയാണല്ലോ യഥാർത്ഥത്തിൽ. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ 44 കിലോ സ്വർണം, തിരിച്ചു വന്നപ്പോൾ 38 കിലോ സ്വർണം. അങ്ങനെ ഒരു 6 കിലോ സ്വർണത്തിൻ്റെ കുറവെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർ പറയുന്നത് ഇത് മുഴുവൻ സ്വർണമാണ്, 6 കിലോ സ്വർണം കാണാനില്ല എന്നാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പൂശി കൊണ്ടുവന്നു എന്ന് പറയുന്നത് 49 പവൻ മാത്രമാണല്ലോ. അതേലുള്ളത് 49 പവൻ സ്വർണം മാത്രമാണ്. കൃത്യമായ തെളിവുകൾ, കൃത്യമായ മൊഴികൾ A. പത്മകുമാറിനെതിരെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട മറ്റൊരു വാർത്ത. ശബരിമലയിലെ യോഗദണ്ഡിൽ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് പത്മകുമാറിന്റെ മകന്റെ പക്കലായിരുന്നു. വഴിപാടായിട്ട് ചെയ്തു കൊടുത്തതെന്നാണ് അന്ന് പത്മകുമാർ പറഞ്ഞത്. എന്തായാലും ഇന്ന് SITക്ക് മുൻപിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പത്മകുമാർ പാടുപെടും. അതിപ്പോൾ എൻ്റെ മകനെ കരാർ ഏൽപ്പിച്ചു. അവൻ കരാറ് പണിക്കാരനല്ല. അവിടെ വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത ആൾ കോഴഞ്ചേരി തന്നെ ഉണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടെ വെച്ച് തന്നെയാണ്, ശബരിമല വെച്ച് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർണ്ണദണ്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരാൾ, അപ്പം ഞാൻ പറഞ്ഞത് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു അതിനെ അത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് പത്മകുമാർ കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത. അപ്പോൾ അതുകൊണ്ട് ലാഘവത്തോടുകൂടി ആരാണ് കണ്ടതെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. എന്തായാലും ഇതിന്റെ മുന്നിലുള്ള ബുദ്ധി കേന്ദ്രം അത് പത്മകുമാറാണെന്ന് SIT റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പത്മകുമാറിൽ ഫുൾ സ്റ്റോപ്പ് ഇടുമോ അന്വേഷണ സംഘം, അതോ അതുക്കും മുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. തിരുവനന്തപുരത്ത് അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഇനി കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. കുറേ അധികം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും പത്മകുമാർ. ഇനി എങ്ങനെയായിരിക്കും? കൂടുതൽ ബിഗ് ബോസുകൾ ഉണ്ടാകുമോ ഇതിൽ? ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്മകുമാറിലാണ്. അതൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് അന്വേഷണം എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ഇനി ആരിലേക്ക് തിരിയും, ആരാണ് ഇനി പ്രതിപട്ടികയിലേക്ക് ആരോപണ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ഉയരുന്നത്. അത് നേരത്തെ പത്മകുമാർ സൂചിപ്പിച്ചതുപോലെ ദേവതുല്യരായിട്ടുള്ള ആൾക്കാരാണോ, അതല്ല പത്മകുമാറിൻ്റെയും ബോസായി വർത്തിച്ചിട്ടുള്ള മുൻ മന്ത്രിമാരാണോ, രാഷ്ട്രീയ നേതാക്കളാണോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. തിങ്കളാഴ്ച പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് പത്മകുമാറിന് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ കട്ടളപ്പാളി കട്ടുകൊണ്ടുപോയ കേസിലാണ് പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പത്മകുമാറിന് കൃത്യമായ ആസൂത്രകൻ
പരീക്ഷകൻ എന്ന സ്ഥാനമുണ്ട് എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കുറ്റങ്ങളാണ് പത്മകുമാർ ഈ സ്വർണം കടത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്ന് അക്കമിട്ട് SIT നിരത്തുന്നുമുണ്ട്. ഇനി ദ്വാരപാലക പാളികൾ ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് ഉത്തരം പറയേണ്ടി വരും. യോഗദണ്ഡ് സ്വർണം കെട്ടിക്കാൻ പുറത്തേക്കെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഇനി പറയാൻ പോകുന്ന പേരുകൾ ആരുടേതൊക്കെ ഇപ്പോൾ തന്നെ പ്രതിപക്ഷം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് നേരെ ആരോപണ ശരം തൊടുത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഏതെങ്കിലും മൊഴി നൽകിയതായി ആധികാരിക രേഖകൾ പുറത്തു വന്നിട്ടില്ല. അതിനൊപ്പം തന്നെ പത്മകുമാർ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഒരു സ്വർണ്ണ മാഫിയ സംഘം തന്നെ പുറത്തുണ്ട്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച്. അപ്പോൾ അവരുമായി പത്മകുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ വലിയ ചോദ്യാവലിയാണ് SIT ഇനി പത്മകുമാറിന് മുന്നിൽ വെക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ പത്മകുമാർ നേടിയെടുത്ത സാമ്പത്തിക നേട്ടം വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനന്തൻ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് SIT ആലോചിക്കുന്നത്. കുറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഓർമ്മയില്ല എന്ന് പറഞ്ഞ് എന്തായാലും ഒഴിയാൻ കഴിയില്ല. പാർട്ടിക്ക് പത്മകുമാറുമായി ബന്ധമില്ല എന്ന് പറയാൻ അല്പം പാടായിരിക്കും. പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമെന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്നും പറയുന്നത്. ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കുറ്റാരോപിതനാണ്, കുറ്റം ആരോപിച്ചിരിക്കുകയാണ്, കുറ്റക്കാരനാണ് എന്ന് വിധിച്ചില്ല. വിധി വരണം, വിധി വരട്ടെ. നമ്മളെന്തിനാണ് അതിന് ഇടയിൽ തന്നെ കയറി നിലപാട് സ്വീകരിക്കുന്നത്? തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കില്ല, തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കുകയും ചെയ്യില്ല പാർട്ടി. ഇതാണ് പാർട്ടിയുടെ നിലപാട്. വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം. ഇപ്പോഴും കുറ്റാരോപിതൻ എന്നതിൽ നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി. PK ചന്ദ്രാനന്ദനെ ദേവസ്വം ബോർഡ് അംഗമാക്കിയതിനു ശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് CPM നിയോഗിച്ച ആദ്യത്തെ നേതാവാണ് A. പത്മകുമാർ. എല്ലാം AI ആണെന്ന് പറഞ്ഞു പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ചുരുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള ആദ്യം കേരളം അറിഞ്ഞ സമയം മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് A. പത്മകുമാർ. അതുകൊണ്ട് പത്മകുമാർ ആരാണെന്നൊരു പ്രത്യേക പരിചയപ്പെടുത്തൽ മലയാളികൾക്ക് വേണ്ട. പക്ഷേ പത്തനംതിട്ടയിലെ CPMന്റെ മുഖമായ പിണറായിയെ പത്തനംതിട്ട പിടിക്കാൻ സഹായിച്ച ഒരു പത്മകുമാറുണ്ട്. അത് നമുക്കൊന്ന് അറിയേണ്ടതാണ്. ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരാണ് പത്തനംതിട്ടയിലെ പത്മകുമാർ എന്ന്? ഈ കാണുന്നത് പോലെ 1982 കേരള പിറവി ദിനത്തിലാണ് പത്തനംതിട്ട ജില്ലയുടെ പിറവി. 1983 CPM ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിൽ രൂപീകരിച്ചത്. അന്ന് മുതൽ CPM പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് A. പത്മകുമാർ. ഈ കഴിഞ്ഞ സമ്മേളനം വരെ, അതായത് 42 വർഷം CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ സമ്മേളനം വരെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്നു A. പത്മകുമാർ. 25-ാം വയസ്സിലാണ് CPMന്റെ ഏരിയ സെക്രട്ടറി ആകുന്നത്. അവിടെ നിന്ന് പിന്നീട് A. പത്മകുമാർ ജില്ലാ സെക്രട്ടറി ആയി മാറുന്നു. 91-ൽ DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് 34-ാം വയസ്സിലാണ് കോന്നി MLA ആകുന്നത്. അന്ന് A. പത്മകുമാർ ജയിച്ചത് 916 വോട്ടിനായിരുന്നു. അവിടെ നിന്ന് പിന്നീട് 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും തോൽവിയായിരുന്നു. 96-ൽ കോന്നിയിൽ മത്സരിച്ചു, പക്ഷേ അടൂർ പ്രകാശിനോട് തോറ്റു. അത് കഴിഞ്ഞ് 2001-ൽ ആറന്മുളയിൽ നിന്നാണ് മത്സരിച്ചത് നിയമസഭയിലേക്ക്. അന്ന് മാലേത്ത് സരളാദേവിയോട് A. പത്മകുമാർ തോറ്റു. അത് കഴിഞ്ഞാണ് ഞാൻ പറയാൻ വന്ന ചരിത്രം. അതായത് CPMൽ വിഭാഗീയത തലക്കി പിടിച്ചു നിൽക്കുന്ന ഒരു കാലം. അന്ന് പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടെയുള്ള ഭൂരിപക്ഷം നേതാക്കളും VSനൊപ്പമായിരുന്നു, VS അച്യുതാനന്ദനൊപ്പമായിരുന്നു. അന്ന് ജില്ലയിൽ നിന്ന് പിണറായി പക്ഷത്തുള്ള ഏക നേതാവായിരുന്നു ഈ A. പത്മകുമാർ എന്ന് പറയുന്നത്. 2012 കാലഘട്ടത്തിൽ K. അനന്തഗോപൻ മാറി KP ഉദയഭാനു പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടറിയായി വരികയാണ്. പക്ഷെ ഇവരൊക്കെ VS പക്ഷക്കാരായിരുന്നു. ഇവരെല്ലാം മറിച്ചാണ്, അതായത് ഇവരെല്ലാം കൂറുമാറ്റിയാണ് ജില്ല പത്തനംതിട്ട A. പത്മകുമാർ പിടിച്ചത്. ശരിക്കും അന്ന് ജില്ലാ സെക്രട്ടറി ആകേണ്ട ആളായിരുന്നു A. പത്മകുമാർ. പക്ഷേ ജില്ലാ സെക്രട്ടറി ആക്കാമെന്ന വാഗ്ദാനം കൊടുത്താണ് ഉദയഭാനുവിനെ കൂടെ കൂട്ടിയത്. ആ ജില്ലാ സമ്മേളനത്തോടെ പത്തനംതിട്ട സമ്പൂർണ്ണമായും പിണറായിക്കൊപ്പം നിന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനുമായി ഉടക്കിയ പിണറായി ദേവസ്വം പ്രസിഡന്റ് കാലാവധി 3-ൽ നിന്ന് 2 ആക്കി വെട്ടിക്കുറിച്ചാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചത്. അത് കഴിഞ്ഞ യുവതീ പ്രവേശന കാലഘട്ടത്തിലാണ് ഭിന്നത വരുന്നത്. അതായത് യുവതീ പ്രവേശനം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ പക്ഷേ പാർട്ടിക്കൊപ്പം അന്ന് A. പത്മകുമാർ നിന്നില്ല. അന്ന് മുതൽ പാർട്ടിയും പത്മകുമാറും 2 വഴിക്കാണ്.